നമസ്കാരം. അകമ്പുറത്തിലേക്ക് സ്വാഗതം. പുലി ഇറങ്ങുന്നു. കാടിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കുഗ്രാമത്തിലല്ല, നാട്ടിൽ, നഗരമധ്യത്തിൽ. ഈ പ്രതിഭാസത്തിന്റെ കാരണം തേടുകയാണ് ഇന്ന് അകമ്പുറം. MLA ശ്രീ സണ്ണി ജോസഫ്, ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ സജികുമാർ, തിരുവനന്തപുരം മൃഗശാലയിലെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ. സ്വാഗതം എല്ലാവർക്കും. 2 മാസം മുൻപ് മാർച്ച് 3-ാം തീയതി കണ്ണൂർ നഗരത്തിൽ പുലിയെ കണ്ടതിനു ശേഷം 3 തവണയാണ് പലയിടത്തും പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞത്. കൂത്തുപറമ്പിലും ശ്രീകണ്ഠാപുരത്തും തളിപ്പറമ്പിലും പുലി ഇറങ്ങിയെന്നും പുലിയെ കണ്ടെന്നും പറഞ്ഞതിനെ തുടർന്ന് വനംവകുപ്പ് കൂടുകൾ സ്ഥാപിച്ചു. ഇന്നലെ കണ്ണൂർ പടിയൂരിൽ ഒരു വീട്ടുവളപ്പിലാണ് പുലിയെ കണ്ടെന്ന് വീട്ടുകാരൻ ചാക്കോ പറഞ്ഞത്. കിണറിലടക്കം പരിശോധിച്ചെങ്കിലും പുലിയെ കിട്ടിയില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ ആറളത്ത് കാട്ടാന ആദിവാസി സ്ത്രീ ഉൾപ്പെടെ 2 പേരെ കൊന്നു. എന്തുകൊണ്ടാണ് ആനയും പുലിയും കാടിറങ്ങുന്നത്? അറ്റവേനലും മൃഗങ്ങളുടെ കാടിറക്കവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശ്രീ സജികുമാർ, താങ്കൾ അന്ന് കണ്ണൂരിൽ ഈ പുലിയെ പിടികൂടുന്ന സംഘത്തിലുണ്ടായിരുന്നു. അന്ന് എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത്? കണ്ണൂരിൽ അന്ന് ഉച്ചക്കൊരു 3 മണിയാകുമ്പോഴേ കുറേ പരുന്തുകൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ടുണ്ട് ആൾക്കാർ. അത് റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ്. സാധാരണ രീതിയിൽ പരുന്തുകൾ അങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫോറിൻ സാധനം അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ബോഡി ഉണ്ടാവും എന്നുള്ളൊരു ധാരണയിൽ ആൾക്കാർ വരികയും അവിടെ വെച്ചിട്ട് ഈ പുലിയെ കാണുകയും ആൾക്കാരുടെ ബഹളം കേട്ടിട്ട് പുലി തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. അവിടെ അപ്പോഴേ കാറ് കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പുലി ആക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. പോണ വഴിക്ക് അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്ന് അവിടുന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ സ്റ്റോറി കണ്ട അതേ രീതിയാണ് സംഭവിച്ചത്. പുലി എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതിന് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം നമുക്ക് തരാനില്ല. അല്ല, അതാണ്, അടുത്ത് കാടില്ല. 30 കിലോമീറ്റർ ദൂരം മനുഷ്യരുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരു പുലി നഗരത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് വിശദീകരിക്കാനാവുക? വനവകുപ്പിന് കയ്യിൽ ഒരു സൂചനകളെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് വേണ്ട. അതായത് നേരത്തെ നമ്മൾ ചരിത്രത്തെ പരിശോധിക്കുകയാണെങ്കിൽ 2011 പൊന്നാനിയിൽ പാലത്തിൻ്റെ ചോട്ടിൽ ഒരു പുലി ഉണ്ടായിരുന്നു. 3 ദിവസം നമ്മൾ ശ്രമിച്ചിട്ടാണ് ആ പുലിയെ കൂട്ടിലാക്കി കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ ആദ്യം പുലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പട്ടിയെ കൊണ്ടുവച്ചു കൂട്ടിൽ. പുലി തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് കോഴിയെ ആടിനെയും വെച്ചു. പുലി തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നീട് നമ്മൾ കൊടുത്തത് മീനും ഞണ്ടുമായിരുന്നു. അത് കണ്ടപ്പം പുലി വരികയും കൂട്ട് കയറി അത് കഴിക്കാൻ പോന്നു. 2008 കല്ലായിൽ പുലി ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം 2008, 2011, 2017 ജനവാസ കേന്ദ്രങ്ങളിൽ, നഗരഹൃദയത്തിൽ ഒക്കെ പുലിയെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഏത് നഗരത്തിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുലിയെ പ്രതീക്ഷിക്കാം. അതാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അല്ല, പുലിൻ്റെ സ്വഭാവം വെച്ചിട്ട് അവന് ഏതു സ്ഥലത്തും അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുള്ളൊരു ജീവിയാണത്. വനത്തിനോട് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് ഒരുപക്ഷെ ഉണ്ടാവാം, നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പകൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ജീവിയാണ് പുലി. ഇനിയിപ്പം നമ്മുടെ പരിസരത്ത് തന്നെ, ഇപ്പോൾ ട്രിവാൻഡ്രം ടൗണിൽ തന്നെ പുലി ഉണ്ടെങ്കിൽ തന്നെ അവൻ പകൽ മുഴുവൻ ഒളിച്ചിരിക്കുകയും തുടർന്ന് അവൻ ഇഷ്ടപ്പെട്ട ഈ തെരുവ് പട്ടിയെ കിട്ടുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ അവൻ അവിടെ ഭക്ഷിച്ച് അവിടെ ജീവിക്കാം. ഡോക്ടർ, നടന്നു പോകുമ്പോൾ ഒരു പാമ്പ്, അതല്ലെങ്കിൽ ഒരു തേള്, പിന്നെ ഏറിക്കൂടി വന്ന ഇപ്പോൾ ഒരു പട്ടിയോ, അതല്ലെങ്കിൽ ഉത്സവ പറമ്പിൽ നിന്ന് ഓടി വരുന്ന ഒരു ആന വരെ, ഇത്രയുമാണ് മലയാളിയുടെ സങ്കല്പത്തിലുള്ള പേടിക്കേണ്ട ജീവികളായി നമ്മുടെ ലിസ്റ്റിലുള്ളത്. പക്ഷേ ഒരു വളവ് തിരിയുമ്പോൾ അപ്പുറത്തെ റോഡിൽ അല്ലെങ്കിൽ ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ താഴെ അല്ലെങ്കിൽ അടുത്ത പുരയിടത്തിൽ നിങ്ങൾക്കൊരു പുലിയെ കാണാം എന്നുള്ള ഒരവസ്ഥ വരികയാണോ? നമ്മുടെ കാട്ടിൽ നിന്ന് പലപ്പോഴും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് സ്ട്രേ ചെയ്യാറുണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കടുവയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, കടുവകൾ മിക്കവാറും കാട്ടിൽ നിന്ന് സ്ട്രേ ചെയ്യുന്നത് വയ്യാണ്ടാവുമ്പോഴാണ്. അപ്പോൾ അതിന് ഒരു മാനിനെ ശരിക്കും വേട്ടയാടി പിടിക്കാനായിട്ട് ഓടുമ്പോഴത്തേക്കും അതിൻ്റെ എക്സസൈസ് ഇൻടോളറൻസ് വരികയും അങ്ങനെ അത് കെട്ടിയിട്ടേക്കുന്ന പശുക്കളിലെയും ആടുകളിലേക്ക് തിരികെ ഒരു എളുപ്പ സോഴ്സിൽ അങ്ങനെ. പുള്ളിപ്പുലിയെ സംബന്ധിച്ചോളം അത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈ ഹ്യൂമൻ ഡ്വെല്ലിങ്സിലൊക്കെ ചേർന്ന് വരാവുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അത് പകൽ സമയത്ത് ഈ കടുവകൾ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിലേക്ക് അധികം വരത്തില്ല. പക്ഷേ പുലി ആകുമ്പോഴത്തേക്കും ഹ്യൂമൻ സെറ്റിൽമെൻറ്റിലേക്ക് കുറച്ചും കൂടെ ഡീപ്പറായിട്ട് വരുന്നതുകൊണ്ടാണ്
പകല് നമുക്ക് പുതിയ സൈറ്റിംഗ് വരുന്നത്. ഇപ്പോൾ രാത്രി ശരിക്കും ഒരു നൊക്ടേണൽ ആനിമൽ ആണെങ്കിലും ഇത് കൂടുതൽ ഹ്യൂമൻ ഡ്വെല്ലിങ്സിലേക്ക് വരുന്നു. അതിൻ്റെ പ്രിയപ്പെട്ട ആഹാരം ഈ പറഞ്ഞ പോലെ നായയും കോഴിയൊക്കെയാണ്. ഇപ്പോൾ ശരിക്കും സ്ട്രേ ഡോഗ്സിൻ്റെ ഒരു പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് കൂടുതലും ഇതിൻ്റെ കുരയും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും അതിന് നാച്ചുറലായിട്ട് ഹ്യൂമൻ ഡ്വെല്ലിങ്സിലേക്ക് ഈ നായ്ക്കൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് വരാനായിട്ട് അതിന് താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ പതിയെ അത് കാടിൻ്റെ ഫ്രിഞ്ച് ഏരിയയിൽ നിന്ന് ഒളിച്ച് നാട്ടിലേക്ക് വരാനായിട്ടുള്ള, അതുപോലെ ഈ നായ്ക്കൾ കൂടുതലായിട്ടുള്ള ഏരിയയിലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ശരിക്കും ഈ വേസ്റ്റ് ഡിസ്പോസലും സ്ട്രേ ഡോഗ്സിൻ്റെ പോപ്പുലേഷൻ കൂടുന്നതൊക്കെ നമ്മൾ ഇതായിട്ട് കൂട്ടി വായിക്കേണ്ടി വരും ഒരു കാലത്ത്. ഇവർ രണ്ടുപേരും ആളുകളെ പേടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു കാട്ടിൽ സ്വാഭാവികമായി വന്യജീവികൾക്ക് ആവശ്യമുള്ള വെള്ളം, ആവശ്യമുള്ള ഭക്ഷണം ഇതെല്ലാം ഉള്ള നല്ല കാടായി അവരുടെ നല്ല ആവാസ വ്യവസ്ഥയെ ആ സ്ഥലം ഉണ്ടെങ്കിൽ അവർക്കൊന്നും പുറത്തു വരേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ കാടുകളുടെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ എല്ലാ തരത്തിലുള്ള ജൈവിക അവസ്ഥയും നഷ്ടപ്പെടുകയും കാട്ടിലേക്ക് കൂടുതൽ മനുഷ്യർ കയറുകയും ഏറ്റവും അവസാനം ഈ പറഞ്ഞ കസ്തൂരി രംഗൻ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ ഹർത്താൽ നടത്തുകയൊക്കെ ചെയ്യുന്ന നാട്ടുകാരല്ലേ യഥാർത്ഥ പ്രതികൾ ഈ ഇഷ്യൂവിൽ? ഇല്ലല്ല, ഒരിക്കലും നാട്ടുകാർ പ്രതികളാകുന്നില്ല. ഇവിടെ വന്യജീവി സംരക്ഷണത്തിന് നിയമങ്ങളും പദ്ധതികളും എല്ലാമുണ്ട്. എന്നാൽ വന്യജീവികളുടെ എണ്ണം പെരുകി ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അതിന് വനത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കേണ്ടതുണ്ട്, ഗവൺമെൻറ്റിന് സാധിക്കേണ്ടത്. അല്ലാതെ കാടിൻ്റെ വിസ്തൃതി കുറയുന്നില്ല. കാടിൻ്റെ വിസ്തൃതി കേരളത്തിലെ ഇന്ത്യയിൽ എവിടെയുള്ളതിനേക്കാളും കാടിൻ്റെ വിസ്തൃതി കേരളത്തിൽ 28-29%. ഇന്നിപ്പോൾ വന നിയമം വളരെ ഒരു കാര്യം കൂടി ചോദിച്ചു. ഈ ഉണങ്ങി നിൽക്കുന്ന ഒരു തീപ്പൊരി ഉണ്ടായാൽ കത്തുന്ന ഈ ഒരു കുറ്റിക്കാടിന് പോലെയുള്ള ഒരു തരത്തിലും തിക്കിളി പുഷ്ടല്ലാത്ത ഈ സ്ഥലത്തെയാണ് നമ്മൾ കാടെന്നൊക്കെ വിളിക്കുന്നത്. അത് കേരളത്തിൽ അത് അത്രയൊന്നും അല്ല. കേരളത്തിലെ വനം ഇപ്പോഴും വനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കർണാടകത്തിൽ ഇപ്പോൾ കാട്ടുതീ ഉണ്ടായി. കേരളത്തിലും ചില മേഖലകളിൽ കാട്ടുതീ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ പല സ്ഥലത്തും നിബിഡ വനം തന്നെയാണ്. അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊന്നും ഇന്ന് വലിയ വന എൻക്രോച്ച്മെൻ്റ് ഇല്ല. വന നിയമങ്ങൾ ലംഘിച്ച കേസുകളുടെ എണ്ണം പറയട്ടെ, വൈൽഡ് ലൈഫ് വാർഡൻ ഇവിടെ ഉണ്ട്. കേസുകളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി ദറ്റ് ഇസ് ഡിക്രീസിങ്, കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. കേസുകളുടെ എണ്ണം കുറവാണ്. എൻക്രോച്ച് ഇനി വന്യമൃഗങ്ങളെ കൊല്ലുന്നതാണെങ്കിലും ഫോറസ്റ്റ് മരം മുറിക്കാനാണെങ്കിലും കയറുന്ന കേസുകളുടെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ബോധവൽക്കരണവും കർശന നിയമനിർമ്മാണം. ഫോറസ്റ്റ് ഓഫീസുകൾ പോലും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം അടുത്തിടെ കേരളത്തിൽ എന്നിട്ട് ആ കേസുകൾ നമ്മൾ പിൻവലിച്ചു. അത് സമരത്തിൻ്റെ മുഖത്താണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള സമരം വേറൊരു കാര്യമാണ്. പക്ഷേ അത് പരോക്ഷമായി ഇത്തരത്തിൽ കാട് കയ്യേറുന്നവരെയും മൃഗങ്ങളെയെല്ലാം കൊല്ലണം അല്ലെങ്കിൽ കൊണ്ടുപോയി സൂവിൽ മൃഗശാലയിൽ അടയ്ക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ചിന്തയ്ക്ക് അറിഞ്ഞറിയാതെയോ ഇതൊക്കെ സഹായിക്കും? ഇല്ലല്ലോ. ഇന്ന് ശരിക്ക് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നാണ് ഇന്ന് ഇതിനെ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുന്നതെങ്കിൽ പോലും ഫലത്തിൽ ഇന്ന് മനുഷ്യരാണ് ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും എൻ്റെ നിയോജക മണ്ഡലത്തിൽ രാവിലെ എന്നെ വൈൽഡ് ലൈഫ് വാർഡൻ വിളിച്ചറിയിച്ചത് ഒരു ആദിവാസി സ്ത്രീ ആന തട്ടി മരിച്ചു എന്നാണ്. ഇപ്പോൾ കൂടുതലാണോ കുറവാണോ നമുക്ക് അതിനുള്ള വ്യക്തമായ കണക്കുകൾ അറിയില്ല. പല ആൾക്കാരും പറയാറുണ്ട് ആന അല്ലെങ്കിൽ വന്യജീവികളുടെ എണ്ണം കൂടുതലാണെന്നുള്ളത്. അതിന് സയൻസിൻ്റെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ആനേൻ്റെ കണക്കെടുത്തിട്ടുണ്ട്, ടൈഗറിൻ്റെ കണക്കുണ്ട്. 2014 നമ്മൾ ലെപ്പേർഡിൻ്റെ കണക്കെടുത്തിരിക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ആനയുടെയും ടൈഗറിൻ്റെ സ്ഥിതി എന്താണ്? എണ്ണം കൂടുതലാണോ കുറയുകയാണോ ചെയ്യുന്നത്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. നിങ്ങൾക്ക് ഈ കാടുകൾക്കകത്ത് പെറ്റുപെരുകുന്ന വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ഉറപ്പുവരുത്താൻ വകുപ്പിന് കഴിയുന്നില്ല. തെറ്റാണത്. കാരണം ഇപ്പം പുലിയാവട്ടെ കടുവയാവട്ടെ, അവൻ ഭക്ഷണം കഴിച്ച് വയറും നിറഞ്ഞ് അത് ദഹിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഇരയെ അവൻ കൊല്ലുന്നുള്ളൂ, ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ആനയാണെങ്കിൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 20 മണിക്കൂറും തിന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഭക്ഷണം മുഴുവൻ അവന് കിട്ടുന്നത് കാട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ കാട്ടിൽ ഭക്ഷണം ഇല്ല എന്ന് പറയണത് തികച്ചും തെറ്റാണ്. മറിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ, ചില വസ്തുക്കൾ പുറത്തുണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അവർ പുറത്തേക്ക് ഇറങ്ങി കഴിക്കാൻ വരും. അല്ല, അങ്ങനെയാണെങ്കിൽ പുതിയ കാലത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് വകുപ്പ് ആലോചിക്കേണ്ടി വരും. കണ്ണൂരുണ്ടായതിൻ്റെ വേറൊരു ചാൻസ്, അതിൻ്റെ 2 ദിവസം മുമ്പ് അവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ മണിക്കൂറുകളോളം ആ ഭാഗത്ത് സിഗ്നൽ കിട്ടാതെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ബോംബെ IITൻ്റെ ക്യാമ്പസിൽ
ഇവിടെ പിന്നെ തെളിവനുസരിച്ചിട്ട് 4-5 പുലികളുണ്ട്. അതിൽ പക്ഷേ ഈ വരുന്ന സമയത്ത് എവിടുന്നോ ഒരു പുലി ഇതിൻ്റെ മുകളിൽ കയറി വന്നതാവാനും ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കയറിയ ഒരു പുലി കണ്ണൂർ എത്തുന്നത് വരെ ഇറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് ചാൻസ് ഉണ്ട്. കേരളത്തിലെ കാടുകൾ കാടുകളല്ലാതാവുകയും അവിടെ ഭക്ഷണം കിട്ടാതാവുകയും ചെയ്തതുകൊണ്ട് മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുക എന്നൊരു സാധ്യതയെ നിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്നു. അങ്ങനെ തള്ളുന്നില്ല. അതായത് ഭക്ഷണത്തിൻ്റെ കുറവുണ്ടല്ല വരുന്നത്. കേരളത്തിലെ കാടുകളിൽ കാട്ടുമൃഗങ്ങളെ നായാടുന്ന കേസുകൾ കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ MLA പറയുന്നതാണ് ശരി. കാടിന് ചുറ്റും വളരെ വലിയ ഉയരത്തിൽ മതിൽ കെട്ടണം എന്നൊക്കെ തുടങ്ങിയ ചില രാഷ്ട്രീയ നേതാക്കളുടെ ആവശ്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വീണ്ടും ശക്തമാവുന്നത്. അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ അങ്ങനെ കെട്ടി ഒരു തുറന്ന ജയിൽ പോലെ വനമാക്കിയിട്ടുണ്ട്. അവരുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നതുകൊണ്ടാണ്. അത് മനുഷ്യൻ്റെ ഇടപെടൽ തന്നെയാണ് അതിൻ്റെ. അല്ല, ഇദ്ദേഹം പറഞ്ഞു മൃഗങ്ങളെയും കാടിനെയും സംരക്ഷിക്കലാണ് അവരുടെ ജോലി, ജനങ്ങളെ സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇന്ന് മരിക്കുന്നത് 6ാമത്തെ ആളാണ്. ഇതുവരെ ഞാൻ 6 കൊല്ലം MLA ആയിട്ടുള്ളൂ. 6 മനുഷ്യജീവനുകൾ വന്യജീവി അക്രമത്തിൽ കൊലയപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാരും മൃഗങ്ങളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോയവരല്ല. അപ്പോൾ ആവശ്യമായിട്ടുള്ള സംരക്ഷണം വേണം. ഇദ്ദേഹം പറഞ്ഞ മതിലിനെ എതിർക്കുന്ന എന്ത് സയൻസാണെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് മാത്രമാണ് പരിഹാരം. എന്നാൽ പുലിയെ ചിലപ്പോൾ ഈ മതിലുണ്ടാക്കിയാൽ പോലും പുലിക്ക് ചാടിക്കയറാൻ പറ്റും. ആനയും പന്നിയെയും ഇപ്പോൾ കുരങ്ങിനെ തടയാൻ പറ്റില്ല. ആർളം ഫാമിൽ ഒരു കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇദ്ദേഹം ആർളം വൈൽഡ് ലൈഫ് പഠന 1 കോടി രൂപയുടെ നാളികേരം ഒരു വർഷം കുരങ്ങ് കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 1 കോടി രൂപയല്ല. എന്ത് ചെയ്യാൻ പറ്റും? കുരങ്ങിനെ വന്ധ്യീകരിക്കാമെന്നൊക്കെ നമുക്ക് തിയററ്റിക്കലായിട്ട് പറയാമെന്നല്ലാതെ അത് പ്രായോഗികമല്ല. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു 1 സൈഡഡ് അഫെയറാണ്. ഏത് സാഹചര്യത്തിലാണ് ഒരു സ്ത്രീയൊക്കെ ആന ചവിട്ടിക്കൊല്ലുന്നത്? അല്ല, സാറിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒന്ന് ഞാനും കൂടെ പോയിട്ട് അവർ നാട്ടുകാർ തടഞ്ഞു വെച്ചാൽ പലപ്പോഴും ഞാൻ എടുത്തുകൊണ്ടിരുന്നു. ജനങ്ങളെടുത്തു. ഇന്നലെ ഈ ആന അവിടെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടെ 4-5 വീടേ ഉള്ളൂ. ആ വീട്ടിൽ നമ്മളെ സ്റ്റാഫ് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, രാത്രി നിങ്ങൾ പുറത്തിറങ്ങരുത്, ഞങ്ങൾ കാവൽ നിൽക്കുകയാണ്, ഒരാൾ ഒരു രീതിയിലും പുറത്തിറങ്ങരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വനമായിട്ടുള്ളതിൽ മതിലുണ്ട്. രാത്രി നമ്മൾ ആ ആനേനെ ഓടിച്ചു കഴിഞ്ഞാൽ ആന എങ്ങോട്ടാണ് ഓടുക നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഓടിക്കാതിരുന്നത്. ഈ ഒരു ഗ്രൂപ്പ് മാത്രമല്ല, വേറെ 2 ഗ്രൂപ്പുടെയും 2 ഹെഡുടെയും അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ. നമ്മളെ സ്റ്റാഫും വാച്ചർമാരും അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ചില ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഈ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ വെച്ചിട്ട് ആനയുണ്ട്. ഈ സ്ത്രീയും ഉണ്ടായിരുന്നു, അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, അവരുടെ ആങ്ങളയുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു. ഇതിൽ 2 പേര് രക്ഷപ്പെട്ടു പോയി. ഇവരെ കിട്ടിയത് ദാരുണമായൊരു കാര്യം തന്നെയാണ്.